നമസ്കാരം. ഇഷ്ടം തോന്നുക, ഒരാളെ പ്രണയിക്കുക, അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരിഷ്ടം, അത് കൗമാരത്തിൽ, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും യൗവനാവസ്ഥയിലേക്കും കിടക്കുമ്പോൾ പക്ഷി മൃഗാദികൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വികാരാവസ്ഥയുണ്ട്. മൃഗങ്ങൾക്ക് അത് സംസാരിക്കില്ല. അവർ പോയിട്ട് അവരുടേതായിട്ടുള്ള ഭാഷയിലും അവരുടേതായിട്ടുള്ള സ്പർശനത്തിലും ഉണ്ടാകുന്ന പ്രണയവികാരങ്ങളുണ്ട്. ഇവിടെ കുട്ടികൾ അവർക്ക് ഇപ്പോൾ ചെറിയ പ്രായത്തിലേ ഉണ്ട്, അറിയാതെ തന്നെ നമ്മുടെ ഹോർമോൺസിൻ്റെ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്തൊക്കെ അവർക്കൊരാളോടൊരു ഇഷ്ടം തോന്നും. പ്രധാനമായും ചെറിയ നല്ല കാലത്തിലൊക്കെ, ഞാനിത് പറയുമ്പോൾ ഇതെങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പൂർവ്വജന്മ ശത്രുക്കളാണ് ആദ്യകാലങ്ങളിൽ പ്രണയിക്കുക. പൂർവ്വജന്മത്തിൽ പ്രണയിച്ച് ഒരുമിച്ച് ജീവിച്ച്, ഇല്ലെങ്കിൽ വഞ്ചിച്ച്, ഇല്ലെങ്കിൽ കുട്ടിയെ സൃഷ്ടിച്ച് ഉപേക്ഷിച്ച്, അങ്ങനെ പൂർവ്വജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടവരുടെ ലിങ്കാണ് ആദ്യം ഉണ്ടാകുക. ഞാൻ എൻ്റെ മുമ്പിൽ പരാജയപ്പെട്ട് വരുന്ന ദാമ്പത്യത്തിൻ്റെയും ദുരന്തങ്ങൾ അനുഭവിക്കുന്നതിൻ്റെയും ഒരുപാട് ദാമ്പത്യങ്ങളുടെ പുറകിലോട്ട് ഞാൻ എടുക്കുമ്പോൾ ഇതൊക്കെ പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. കോടതി വരാന്തകളിൽ ഒരുമിച്ച് പ്രണയിച്ച് ജീവിച്ച് ഒരു കിടക്കയിൽ കിടന്നുറങ്ങി സ്വന്തം ശരീരത്തിൻ്റെ സ്പർശവും ഗന്ധവും ശ്വാസവും ഒക്കെ അനുഭവിച്ചവർ പരസ്പരം ശത്രുക്കളായി പോരാടി ഭർത്താവുണ്ടാക്കിയ സ്വത്തിനെ തട്ടിപ്പറിക്കുന്ന ഭാര്യമാരും, ഭാര്യയുടെ അച്ഛനമ്മമാർ കഷ്ടപ്പെട്ടും ദുരിതപ്പെട്ടും ഉണ്ടാക്കി കൊടുത്ത ആഭരണങ്ങൾ കൈയടക്കുന്ന ഭർത്താക്കന്മാരും ഒക്കെ കോടതി വരാന്തകളിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. എത്രയോ വർഷങ്ങൾ. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ കുടുംബ കോടതികളിലേക്കും മനുഷ്യ കോടതികളിലേക്കൊന്നും നമ്മൾ പോകരുത്, മനുഷ്യാവകാശങ്ങളിലേക്കൊന്നും പോകരുത്, കിട്ടൂല. അതെങ്ങനെ മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും. ഇന്നിപ്പോൾ എന്നെ ഒരു സ്ത്രീ വിളിച്ചു, അവരുടെ ഭർത്താവ് മരിച്ചുപോയെന്ന് തോന്നുന്നു. അവർക്ക് ഭർത്താവ് ഒരു കട കെട്ടിക്കൊടുത്തു. ആ കട കെട്ടിക്കൊടുത്തപ്പോൾ അവരുടെ ജീവിത മാർഗമാണത്. അവരുടെ ബന്ധു ഒരാൾ വന്ന് പറഞ്ഞു, എനിക്ക് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് ഈ കടയൊന്ന് വാടകയ്ക്ക് തരണമെന്ന്. ഇയാൾ ഇറങ്ങിയില്ല എന്ന് മാത്രമല്ല, ഈ കട അടച്ചിട്ടിട്ട് ഹൈക്കോടതി വരെ പോയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വക്കീലുണ്ടല്ലോ, നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുക. വക്കീലും മറ്റേ വക്കീൽ, ഈ വക്കീൽ അഡ്ജസ്റ്റ്മെൻറ്റ് വക്കീലന്മാർ ഒരുപാടുണ്ട് ഇവിടെ, മനസാക്ഷിയില്ലാത്തവന്മാർ. പക്ഷെ നല്ല ആത്മാർത്ഥമായിട്ട് ക്ലയൻറ്റിൻ്റെ കൂടെ നിൽക്കുന്ന, തന്നെ വിശ്വസിച്ച് കേസ് പിൽക്കുന്ന മനുഷ്യരുടെ കൂടെ നിൽക്കുന്ന നല്ല വക്കീലന്മാർ. പക്ഷെ 2% മോശമാണ്, 2%. ആ പാവപ്പെട്ട സ്ത്രീ കരയുവാണ്, സ്വാമി എനിക്ക് ഹൈക്കോടതി പോയി ഒരു കട വാടകയ്ക്ക് കൊടുത്തു, ഇത്രയേ അവർ ചെയ്തുള്ളൂ. അവരുടെ മകൻ വലിയ വിഷമത്തിലാണ്, അവന് ജീവിക്കാൻ നിവൃത്തിയില്ല, ഈ അമ്മയ്ക്ക് നിവൃത്തിയില്ല. ഇനി പണം കൊടുക്കാനില്ല, 1 ലക്ഷം രൂപയിൽ കൂടുതൽ അവർ വാങ്ങിച്ചു കഴിഞ്ഞു പണം. ഈ വക്കീൽ ഇപ്പോഴും പൈസ ചോദിക്കുകയാണ്. എന്തിനാണ്? കേസ് ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. ഇപ്പം ഞാൻ തന്നെ ഇവിടെ യൂട്യൂബ് ചാനലുമായിട്ട് വിഷയം ഉണ്ടായിരുന്നു. 2021 തുടങ്ങിയതാണ്. കേസ് വിളിച്ചിട്ടില്ല, എല്ലാം വാറണ്ടൊക്കെ ആയിട്ട് കിടക്കുവാണ്, പലതും വാറണ്ടുമൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അവരൊക്കെ വന്ന് ജാമ്യം എടുക്കുകയൊക്കെ ചെയ്യുവാണ്. അവരാ പറഞ്ഞതൊക്കെ കോടതിയിൽ പറയണം. അതിങ്ങനെ കിടക്കും. അത് അനന്തശയനം പോലെ ഒരു കിടപ്പാണ്. കഴിയുന്നതും കോടതിയിലോട്ട് പോകരുത്. ഒരാൾക്ക് പണം കൊടുത്താൽ അയാൾ തന്നില്ലെങ്കിൽ അങ്ങ് വിട്ടേക്കുക. നമ്മൾ വക്കീലിനും കൂടെ പോയി എന്ന് വെച്ചാൽ വക്കീലിന് ഫീസ് വേണം. ഇപ്പോൾ ഒരു ഫീസുണ്ട്, നിശ്ചിത തുക. വക്കീലന്മാർ ഇവിടെ ഒരു വക്കീൽ എന്നോട് പറഞ്ഞ പോലെ, സ്വാമി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവിടെ ക്രിമിനൽസും കൊലപാതകവും ഒക്കെ ഉണ്ടെങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റും, എൻ്റെ കുട്ടികളെ വളർത്താൻ പറ്റുള്ളൂ, അവനെ അടിച്ചു കൊല്ലട്ടെ, ഇവരെങ്ങനെ ആകട്ടെ. അങ്ങനെ പറയുന്ന വക്കീലന്മാരുടെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു പൊരുൾ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു കാര്യം ചിന്തിക്കുന്നു, അല്ലേ? നമ്മളൊരു കാര്യം ചിന്തിക്കുന്നു, നമ്മളെ അവളോട് ഇഷ്ടം തോന്നുന്നു, ആ ഇഷ്ടത്തിനനുസരിച്ച് അവളോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നു, അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നു. എങ്ങനെ ജീവിതത്തിന് മുമ്പുള്ള സ്വപ്നങ്ങളാണ് ഈ പ്രണയത്തിലുള്ളത്. ജീവിക്കുന്നതിന് മുമ്പ് മുഖം മൂടിയുണ്ട്. ഇപ്പോൾ അവന് ബൈക്കില്ല, അവൻ കൂട്ടുകാരൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് വരും. ആരെ ബൈക്കാണ്? എൻ്റെ ബൈക്കാണ്. അവൻ നല്ല ബനിയനില്ല, നല്ല ഷർട്ടില്ല, അവൻ മറ്റൊരുത്തൻ്റെ ഷർട്ട് വാങ്ങിച്ചിടും. ആ മുഖം മൂടിയിലാണ് അവളും അത് തന്നെ. സ്വർണ്ണമാലയിലേക്ക് കൂട്ടുകാരിയുടെ വാങ്ങിച്ചിടും. നമ്മൾ വിട പറയും മുമ്പേ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അതിനകത്ത് ഇന്നസെൻ്റ് അഭിനയിക്കുന്ന, ബീന എന്ന് പറഞ്ഞ നടി അഭിനയിക്കുന്ന ഒരു റോളുണ്ട്, 2 പേരുടെ. നമ്മൾ കാണേണ്ടതാണ്, പഴയ സിനിമ, നസീർ സാറിൻ്റെ. 2 പേരും തമ്മിൽ ഇഷ്ടമാണ്. അവർക്ക് അവരുടെ യഥാർത്ഥ മുഖം പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള 2 കഥാപാത്രങ്ങൾ. പ്രണയിക്കുമ്പോൾ പിന്നെ നമ്മൾ വിവാഹം കഴിച്ച് അവനെ മതി, എനിക്കിവനെ മതി,
ഞാൻ അവൻ്റെ ഭരണ ദുരിതങ്ങൾ മുഴുവൻ അനുഭവിച്ചോളാം, ഞാൻ അനുഭവിച്ചോളാം എന്ന് കഴിക്കുന്ന വിവാഹങ്ങളൊക്കെ തന്നെ ചെന്ന് പെടുന്ന ദുരിതത്തിൽ നിന്ന് കരകയറാതെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കോടതി വരാന്തകളിൽ പോയി നിൽക്കണം. ശത്രുക്കളാണ്, കൊന്നുകൾ, അത്രയ്ക്ക് ഊറ്റമാണ്. എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ പണ്ട് ഒരാൾ, രണ്ടുപേര് തമ്മിൽ എന്നെ കാണാൻ വന്നു, ഭാര്യയും ഭർത്താവും രണ്ടുപേരും. അദ്ദേഹം നല്ലതായിട്ട് പഠിച്ചൊരു മിടുക്കനായിട്ടുള്ള ഒരാളാണ്, മറ്റത് കാണാനും ഒന്നും മോശമില്ലാത്ത ഒരു സുന്ദരിയായ യുവതിയാണ്. അപ്പം പൊരുത്തം വിട്ട് നോക്കുമ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിലെ വിഷയങ്ങളൊക്കെ ഇങ്ങനെയാണ്, പക്ഷെ നിങ്ങൾ തമ്മിൽ രണ്ടായി പിരിയുന്ന മാത്രമല്ല ഭീകര ശത്രുക്കളായിട്ട് മാറും. ആ പെൺകുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടില്ല. നമ്മൾ ഈ രണ്ടുപേരും ഇണക്കുരുവുകളായിട്ടിരിക്കുമ്പം ഒരു ചോദിച്ചോക്കാം, ഒന്ന് ചോദിച്ചോ നമുക്ക് അറിഞ്ഞൂടാ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. ഈ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഈ ഭാര്യ അദ്ദേഹത്തിനെ അസ്വസ്ഥമായ മനസ്സോടെ വിളിച്ചിറങ്ങിക്കൊണ്ട് പോയി എൻ്റെ മുമ്പിൽ നിന്ന്. ആലോചിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, സ്വാമി എന്തിനാണ് ഇങ്ങനെ അവർ തമ്മിൽ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിച്ച കാര്യങ്ങൾ ചോദിക്കാൻ വന്നു. അവർക്ക് സന്താനങ്ങളിലെ കാര്യം ചോദിക്കാൻ വന്നപ്പോൾ അവർ തമ്മിൽ രണ്ടായി പിരിഞ്ഞു പോകുന്നു. സ്വാമി എന്തിനാ പറഞ്ഞ്? അവൻ ഞാൻ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയി, എനിക്ക് ചോദിച്ചറിഞ്ഞൂടാ, പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി. പിന്നെ ഒന്നുകൂടെ പറഞ്ഞു, എന്തെങ്കിലും ഒരിക്കൽ ഒരു അഭയകേന്ദ്രം തേടി നിങ്ങൾ വരും. അതും എന്തിനു പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഒരു മഴയത്ത് ഞാൻ വെമ്പായത്ത് സന്ധ്യയ്ക്ക് നിൽക്കുമ്പോൾ ഇരുട്ടിൽ ആ ചെടികളുടെ ഇടയിലൂടെ ഒരാൾ നടന്നു വരുന്നു. പുറത്തിങ്ങനെ നിൽക്കുക. അപ്പം ടീച്ചറിനെ നേരത്തെ കണ്ട് വിളിച്ചിട്ടുണ്ട്. എന്താ സംഭവിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പറഞ്ഞത് സംഭവിക്കാതിരിക്കട്ടെ. അയാൾ അവരുടെ വസ്തുവിൽ വീട് വയ്ക്കുന്നു. അതാലോചിക്കണം. അവരുടെ വസ്തുവിൽ വീട് വയ്ക്കുന്നു. അയാൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ലോൺ എടുത്ത് അവരുടെ വസ്തുവിൽ വീട് വയ്ക്കുന്നു. ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു, ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. ഇയാളൊരു കലാകാരനാണ്. അങ്ങനെ ഒരു ദിവസം എന്തോ കാര്യത്തിന് ഇയാളൊരു കോടതിയിൽ ചെന്നപ്പോൾ ആ കോടതിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നു, പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഇവിടെ നിങ്ങളുടെ പേരിലൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ, ഒരു വിവാഹമോചന കേസ്. എൻ്റെ പേരില്ല. പുള്ളി ഞെട്ടിപ്പോയി. അപ്പോൾ ആരാണ് നോക്കുമ്പോൾ ഒപ്പം കിടക്കുന്ന, ഒപ്പിച്ച് കൈപിടിച്ച് നടക്കുന്ന, ഒരുമിച്ച് പച്ചക്കറി എരിയുന്ന, ഒരുമിച്ച് കിടന്നുറങ്ങുന്ന ഈ ഭാര്യ കഴിഞ്ഞ 3 ആഴ്ചയ്ക്ക് മുമ്പ് കോടതി കൊടുത്തേക്കുവാണ് ഡൈവോഴ്സ്. എന്താണ്? ഗ്രാഹിക പീഡനം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പെണ്ണിന് എങ്ങനെ ഇത് പറ്റുള്ളൂ? പെണ്ണിനെ പറ്റുള്ളൂ, എല്ലാ പെണ്ണുങ്ങളും അല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. വെറുപ്പുണ്ടായാൽ നമ്മളൊരാളെ തല്ലും, ഇല്ലെങ്കിൽ ചീത്ത പറയും, മാറിക്കിടക്കും. ഇത് ഒരുമിച്ച് ഇങ്ങനെ കൈപിടിച്ച് നടക്കുന്ന ആ പെൺകുട്ടി ഇയാൾക്കെതിരെ 3 ആഴ്ചയ്ക്ക് മുമ്പ് കോടതിയിൽ കൊടുത്തിരിക്കുന്നു. എന്തൊരു ലോകമാണ്! അവസാനം നിവൃത്തിയില്ല. ഒരു ദിവസം ചെല്ലുമ്പം അവരുടെ വസ്തുവിലല്ലേ ഇയാൾ ലോൺ എടുത്ത് വീട് വെച്ചേക്കുന്നത്. അതിൻ്റെ സാധനം എല്ലാം കൂടെ എടുത്ത് വെളിയിൽ വെച്ചേക്കുന്നു. കിടക്കാൻ സ്ഥലമില്ല. ഇയാൾ ബുദ്ധിപൂർവ്വം കാര്യം ചെയ്തു. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെയൊക്കെ വിളിച്ച്, പഞ്ചായത്ത് മെമ്പറെയൊക്കെ വിളിച്ച് അതെല്ലാം ഫോട്ടോ എടുത്ത് സാക്ഷിയാക്കിയിട്ട് തുണിയും കെട്ടിപ്പിടിച്ചുകൊണ്ട് രാത്രി സന്ധ്യയ്ക്ക് വെമ്പായത്തെ ചെടികൾക്കിടയിൽ നിൽക്കുവാണ്. ഞാൻ പറഞ്ഞു കയറി കിടന്നോളാൻ. അല്ല, അപ്പം എന്ത് ചെയ്യാനാണ്? ഇവിടെ ഒരു മുറിയേ ഉള്ളൂ, 2 മുറിയേ ഉള്ളൂ. ഒരു മുറിയിൽ ഇയാൾ താമസിച്ചു. ഇയാൾക്കൊരു സ്ഥിതിയാവുമ്പോൾ പൊക്കോളാൻ. 1.5 വർഷം താമസിച്ചു. ഇപ്പോൾ ജോലിയൊന്നും മെച്ചപ്പെട്ടു. ഞാൻ തന്നെ ഒരു വക്കീലിനെയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇതാണ് ലോകം. വേണ്ട, എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം താറുമാറായിപ്പോയി. ഇപ്പോഴത്തെ ആൺകുട്ടികളെ കുറിച്ച് പറയാനും എനിക്കുണ്ട് ഒരുപാട് കഥകൾ നമ്മുടെ നേരിട്ട് വരുന്നത്. ഇതിപ്പോൾ എൻ്റെ കൺമുമ്പിൽ നടന്നൊരു കാര്യമാണ്. നമുക്കൊരാളെ ഇഷ്ടമല്ല, പൊരുത്തപ്പെടാൻ പറ്റില്ല. വേറൊരു പെൺകുട്ടി എന്നെ വിളിച്ചു. അവർ നല്ലവണ്ണം വിദ്യാഭ്യാസമുള്ളൊരു പെൺകുട്ടിയാണ്. അവർക്കൊരു കുട്ടിയുണ്ട്. ഇവിടെ വന്ന് നിർബന്ധിച്ച് ആ അമ്മ കഷ്ടപ്പെട്ടാണ് ഈ കുട്ടിയെ വളർത്തുന്നത്. കഷ്ടപ്പാടാണ്. എൻ്റെ എങ്ങനെയോ വീഡിയോ കൊണ്ട് അമ്മ എന്നോട് സംസാരിച്ചു. ആ അമ്മയുടെ കിതപ്പ് എനിക്കിപ്പോഴും എൻ്റെ കാതുകളിൽ കേൾക്കാം. ഈ പെൺകുട്ടിയെ ജീവിതത്തിൽ ആരെയും പ്രണയിക്കാതെ, ഒരാളെ ദുഃഖങ്ങളും അറിയാതെ ഈ അമ്മ ജനസേവന കേന്ദ്രത്തിൽ അങ്ങനെയൊക്കെ ചെറിയൊരു ജോലിയാണ്. അങ്ങനെ ദിവസക്കൂലി ചെയ്ത് ഈ മകളെ ഒരുത്തനെ കെട്ടിച്ചു കൊടുത്തു. ഡ്രൈവർ അങ്ങാണ്ടാണ്, ഏതോ ഒരുത്തനാണ്.
ഇവരെ കൊണ്ട് അവൻ വീട്ടിൽ ചെന്നു. ആ വീട്ടിലെ 2 മുറികളിൽ ആൾക്കാരാണ് ബന്ധുക്കൾ. ഏതോ കുടുംബസ്വത്തിൽ ഇവളും കൂടെ താമസിക്കണം. ഒരു കുട്ടിയെ അവിടെ വെച്ചും ഒരു കുട്ടി ഉണ്ടാവണതിന് പിന്നെ നേരവും കാലവും സമയവും ജനവും ഒന്നും പ്രശ്നമല്ലല്ലോ. ഒരു കുട്ടി ഉണ്ടായി. അവിടെ സഹിക്കാൻ വയ്യാതെ ഈ കുട്ടിയെ കൊണ്ട് ഇയാളെ ഇങ്ങോട്ട് വന്നു. അവനെത്ര ബന്ധമുണ്ടെന്നൊന്നും ഈ കുട്ടിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് മനസ്സിലാവും, നമ്മൾ പറയാനും പോയില്ല. എന്തിനാണ് നമ്മളത് വിഷമിപ്പിക്കുന്നത്? ജീവിതം മരവിച്ച് ഈ അമ്മയുടെ കാലശേഷം എങ്ങനെ ജീവിക്കും? ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ജോലി കണ്ടെത്തൂ. മറ്റവൻ ഇടയ്ക്കിടയ്ക്ക് വരും. അവൻ വിവാഹമോചനവും കൊടുക്കൂല, പൈസയും കൊടുക്കൂല. ആലോചിക്കൂ. 3-4 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെ ചെയ്ത് 2 മാസം കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറയും. തീർച്ചയായിട്ടും ആ വൃത്തികെട്ടവന് വേറെ വല്ല സ്ത്രീബന്ധങ്ങളും ഉണ്ടാവും. അവൻ എന്തിനാണ് പിന്നെ ഈ പാവപ്പെട്ടൊരു പെൺകുട്ടിയുടെ ജീവിതം കളഞ്ഞത്? ഞാൻ നിത്യം കേൾക്കുന്ന വാർത്തകളാണ്. എത്രയെത്ര പെൺകുട്ടികളുടെ ജീവിതം താറുമാറാക്കി കളയണം കുറേ എണ്ണം. ഇവരൊക്കെ മനുഷ്യരാണ്. അവന് ബീജപാപം ചെയ്യാൻ അവൻ വല്ല വേശ്യാലയത്തിലും പോട്ട്. എന്തിനാണ് ഈ പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം തകർത്തെറിയുന്നത്? പറയുമ്പോൾ അതുകൂടെ പറയണമല്ലോ. ഒരാൾ ഭയങ്കര സമ്പന്നനാണ്, കോടികളുടെ ആസ്തിയാണ്, ഇഷ്ടംപോലെ വണ്ടികളും ഇഷ്ടംപോലെ ബന്ധങ്ങളും ഒക്കെ ഉള്ള ആളാണ്. ഇദ്ദേഹം രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന സ്ത്രീബന്ധമുള്ള ആളാണ്. ആർക്കൊന്നും അടുക്കാൻ പറ്റില്ല, പണമുള്ളവനെ മാത്രമേ സ്നേഹിക്കൂ. അങ്ങനെ ഇദ്ദേഹം ഒരിടത്ത് ചെന്നു. പുറത്ത് വലിയ നല്ല ഭർത്താവാണ്. അവിടെ ചെന്നപ്പോൾ ഇതിനുള്ള ആൾക്കാരുണ്ടല്ലോ, അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ഒരു രാത്രിക്ക് വേണ്ടിയിട്ട് എത്രയോ ലക്ഷങ്ങളാണ്. ഇവിടെ പടമൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ശരി, അവള് മതി എന്ന് പറഞ്ഞ് ചെന്നു. നോക്കുമ്പോൾ ഞെട്ടിപ്പോവും. കാരണം സിനിമാ നടികളെയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള അതിസൗന്ദര്യധാമമായിട്ടുള്ള ഒരു പെൺകുട്ടി എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഇവിടെ വശ്യമായ ചിരിയും കണ്ണുകളും ഒക്കെ കണ്ട് ഇയാൾ ഭ്രമിച്ചു. ഇയാൾ ബാക്കിയൊക്കെ മറന്നു. നാട്ടിലുള്ള ഭാര്യയും മറന്നു, മക്കളെയും മറന്നു, സമ്പത്തുമൊക്കെ മറന്ന് അവളെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. അത് എത്ര നേരം നീണ്ടു നിന്നറിയോ? അവൻ 1-ാം തരം ശിഖണ്ഡിയായിരുന്നു. ഇയാൾ അവനെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അരക്കെട്ടിൽ നിന്നൊരു കത്തി വലിച്ചൂരി അയാളുടെ സകല സ്വത്തും, ഉണ്ടായിരുന്ന പണവും സമ്പത്തും സ്വർണവും എല്ലാം കൊണ്ടുപോയി. ഇത്ര വൈഡൂരി, അയാളുടെ കയ്യിലും 4 കയ്യിലും തലയിലും ഒക്കെ വൈഡൂരിയോ. ഇതും നടക്കുന്നുണ്ടില്ലേ? ഒരു പാഠമാണ്. അല്ലെങ്കിൽ അടുത്ത കാലത്താണ് അയാൾക്ക് മൃത്യു സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞ കാര്യമാണ്, സമ്പത്തൊന്നുമല്ല സ്വാമി. അവസാനകാലം പുള്ളി ആത്മീയതയിലേക്ക് വന്നു. ഒരുപാട് ഇതൊക്കെ ആഘാതമുണ്ടല്ലോ, ആഘാതം. ഇതൊക്കെ ഞാൻ എന്തിനാ പറയണമെന്ന് പറഞ്ഞ്, ഇതൊക്കെ ഉണ്ട് ഇവിടെ ഈ ഭൂമിയിൽ, ഇതെല്ലാം നടക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ. പുരുഷന്മാരാൽ വഞ്ചിക്കപ്പെട്ട സ്ത്രീകളും സ്ത്രീകളാൽ വഞ്ചിക്കപ്പെട്ട പുരുഷന്മാരുടെയും കഥകൾ കേട്ട് ഞാനിങ്ങനെ എന്ത് പറയണം, എന്താണ് നമുക്ക് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്നത്? ഈ വാർത്തകളാണ്, നല്ല വാർത്തകളാണോ? ദുഃഖം. അമ്മമാർക്ക് വിളിക്കുന്ന പല അമ്മമാർക്കും മകള് 39 വയസ്സായി സ്വാമി, വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. മകൾക്ക് 40 വയസ്സായിട്ട് സമ്മതിക്കുന്നില്ല പിന്നെ സ്വാമി. ഭാഗ്യവതിയായ കുട്ടികളാണ് അവരൊക്കെ. എന്തിനാണ് വിവാഹം സന്താനങ്ങളെ സൃഷ്ടിക്കുകയും ആ സന്താന ദുരിതങ്ങൾ കൊണ്ടും സന്താനങ്ങളെ വളർത്താനായിട്ട് ജീവിതം മുഴുവൻ ഹോമിക്കുന്നതുമാകരുത്? അവർക്ക് കാഴ്ചപ്പാടുണ്ട് ഇന്നത്തെ കുട്ടികൾക്ക്. പലരും എന്തിനാ സ്വാമി, എൻ്റെ ആവശ്യമില്ല. ആത്മീയതയിലേക്ക് നിൽക്കുന്ന എത്രയോ ചെറുപ്പക്കാർ, ആത്മീയതയിലേക്ക് നിൽക്കുന്ന ചെറുപ്പക്കാർ പെൺകുട്ടികളെക്കാൾ കൂടുതൽ ചെറുപ്പക്കാരാണ്. ഉത്തമമായിട്ടുള്ള ദാമ്പത്യം നമുക്ക് വന്നു ചേരണമെങ്കിൽ പൂർവ്വജന്മാർജിതമായിട്ടുള്ള ചില അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകണം. നല്ല ഗർഭപാത്രത്തിൽ ജനിച്ചതുകൊണ്ടോ, നല്ല സൗന്ദര്യമുള്ളതുകൊണ്ടോ, നല്ല ഉണ്ടായതുകൊണ്ടോ ഒന്നും ഉത്തമമായിട്ടുള്ള ദാമ്പത്യം ലഭിക്കണം എന്നില്ല. തൻ്റെ കൂടെ ജീവിക്കുന്ന പെൺകുട്ടിയുടെ മനസ്സ്, അല്ലെങ്കിൽ തൻ്റെ കൂടെ ജീവിക്കുന്ന പുരുഷൻ്റെ മനസ്സ്, ഇതൊക്കെ നല്ലവണ്ണം പറഞ്ഞു മനസ്സിലാക്കി. നമുക്കെന്താണ്, ഒരു പെൺകുട്ടിയെ ഒരാൾ കാണുന്നു, ഞാനത് പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇഷ്ടമായോ? എന്തിഷ്ടമായി? അവളുടെ വിദ്യാഭ്യാസ യോഗ്യത നമ്മളിപ്പം ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ, മാട്രിമോണിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? വിവാഹ യോഗ്യത, കുടുംബം, അച്ഛൻ, അത് ഏത്, അവൻ്റെ വിശിഷ്ട, അവൻ്റെ ഇൻട്രസ്റ്റ് സാധനങ്ങളൊക്കെ, ഇതൊക്കെയാണോ? മനസ്സുകൾ അറിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് ദാമ്പത്യങ്ങൾ തകർന്നു പോകുന്ന ദാമ്പത്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. പ്രണയിക്കുമ്പോൾ പരസ്പരം ആദ്യം തന്നെ എൻ്റെ ഇഷ്ടങ്ങൾ ഇന്നതൊക്കെയാണ്,
പ്രണയിച്ച് ഇഷ്ടം തോന്നിയ ഉടനെ തന്നെ ജാതക പൊരുത്തം നോക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ അവസാനമല്ലേ പല പെൺകുട്ടികളും പല പുരുഷന്മാരും ഇത് പറയുന്നത് തന്നെ. ഈ അടുത്ത കാലത്തൊരു അമ്മ എന്നെ വിളിച്ചായിരുന്നു. എൻ്റെ മസാമി ഒന്ന് പേഴ്സണലി കാണണം. ഞാൻ എന്താണ്? അല്ല, എനിക്ക് നേരിട്ട് കാണണം. വെമ്പായി നടക്കില്ല. നിങ്ങൾക്ക് ഇത്രയും ദൂരം തിരുവനന്തപുരത്ത് നിന്ന്, 2 ഞാനിവിടെ മുറിപ്പാലത്തിന് മാടന്തപുരം ക്ഷേത്രത്തിൽ വരും. അല്ല സ്വാമി, നേരിട്ട് കാണണം. എന്താണ് കാരണം? ഒരു മകളുടെ ഒരു വിവാഹ സംബന്ധമായ കാര്യമാണ്. എന്നപ്പോൾ വിവാഹ സംബന്ധമല്ലേ? അവർ വണ്ടി കയറി അവിടെ വന്നു. വെമ്പായത്ത് നല്ലൊരു കുട്ടി, നല്ലൊരു അമ്മ. എന്താ സംഭവം എന്നറിയോ? ഈ പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ മനസ്സിൽ മറ്റൊരു പുരുഷനോട്, ചെറുപ്പക്കാരനോട് ഭയങ്കര ഇഷ്ടം. അവനില്ലാതെ അവൾക്ക് വേണ്ടി അവൾ പ്രാർത്ഥിക്കും, അവന് വേണ്ടി അമ്പലത്തിൽ പോവും, അവന് വേണ്ടി ജീവിക്കുക, അവനെ വേണം ജീവിതത്തിൽ. എന്നോട് പറഞ്ഞു, സ്വാമി, ആ കുട്ടിയെ ഇവൾ തന്നെ അവനോട് പറഞ്ഞു, എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കണം. അവൻ പറഞ്ഞു, പറ്റില്ല, എൻ്റെ മനസ്സിൽ വേറൊരു പെൺകുട്ടിയുണ്ട്. എന്തു ചെയ്യും? എനിക്ക് അവളെ വഞ്ചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നീ എന്നെ ശല്യം ചെയ്യരുത്. ഈ പെൺകുട്ടിക്ക് മറക്കാനും വയ്യ. ഞാനാകെ ധർമ്മസങ്കടത്തിലായി. ഞാൻ പറഞ്ഞു, ഇതിനകത്ത് വേറെ പരിഹാരങ്ങളൊന്നുമില്ല. ഈ പെൺകുട്ടി മനസ്സ് പറയാനുള്ള ആഭിചാരകർമ്മങ്ങളൊന്നും ഇല്ല. യാത് ദൈവത്തിനെ വിളിച്ചാൽ ആ പയ്യൻ സ്ട്രോങ് ആയിട്ട് മറ്റേ കുട്ടിയെ കല്യാണം കഴിക്കാൻ നിൽക്കുകയാണ്. ഈ പെൺകുട്ടിക്ക് മനസ്സിൽ മറ്റൊരാളെ കണ്ടെത്താനും വയ്യ, മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും വയ്യ. പിന്നെ ഞാൻ ഒരു പിതൃഹോമം ചെയ്തു കൊടുത്തു. ഇതൊന്നും കാര്യമുണ്ടായോ എന്ന് എനിക്കറിയില്ല. പിതൃക്കൾ മാറി. അപ്പോൾ മറ്റേ പയ്യൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചൊന്നും ഒരിക്കൽ അമ്മ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഈ കുട്ടിയുടെ മനസ്സിലൊരു മാറ്റമുണ്ടാകാനും, ആ മാറ്റമുണ്ടായാൽ നല്ലൊരു ഭർത്താവ് ഉണ്ടാകാനും നല്ല സന്താനങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ധൂമാവധി ഒരു ഹോമം ഞാൻ ചെയ്തു കൊടുത്തു. അപ്പോൾ ഇതൊരു വിധിയാണ്. നമ്മൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് വിധിയെ നമുക്ക് മറികടന്ന് പോകാനൊന്നും പറ്റില്ല. ഞാൻ യുദ്ധസിംഹാസനം എന്ന സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, വിധിയെ തടുക്കാൻ വിധികർത്താവിനും കഴിയില്ല എന്നാണ്. ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടും നിത്യം അമ്പലങ്ങളിൽ പോയിട്ടൊന്നും നമുക്ക്, എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുവാണ്, പൂർവ്വജന്മമായിട്ടുള്ള കർമ്മങ്ങളനുസരിച്ചും ഈ ജന്മത്തിലെ കർമ്മങ്ങൾക്കനുസരിച്ചും നിനക്ക് എന്താണോ നിൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ടത് അത് മുഴുവൻ വന്നു ചേരും. സർവ്വതും സഹിക്കാനുള്ള ശക്തി തന്നെ. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന പോലെ സർപ്പമന്ത്രം ജപിക്കും, എന്നിട്ട് പറയും, സർവ്വതും സഹിക്കാനുള്ള ശക്തി, ഇന്നത്തെ ഊർജം, ഇന്നത്തെ പ്രപഞ്ചത്തിൻ്റെ ഊർജം, നമ്മൾ അത് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. നമുക്ക് പറഞ്ഞ ധനം തരണേ, നമ്മൾ രക്ഷപ്പെടണേ. രക്ഷപ്പെടൽ ജഡാവസ്ഥയിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എങ്ങോട്ടും രക്ഷപ്പെടാമെന്നായി പറയുന്നത്. കുറേ പണം കിട്ടിയാൽ രക്ഷപ്പെടൂ. പണമുള്ളവൻ പൊട്ടിക്കരയണം എൻ്റെ മുമ്പിൽ നിന്ന് പറ്റിയിട്ടുണ്ട്. എന്തിനാ സ്വാമി മക്കളെന്ന് ചോദിച്ച് ലക്ഷങ്ങൾ കോടികൾ ബാങ്കിൽ കിടക്കുന്നവരും പൊട്ടിക്കരയുന്നുണ്ട്. ആ പണത്തിന് വേണ്ടി മക്കൾ തമ്മിലുള്ള അടികൾ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അയാൾ തീർന്നു കിട്ടാൻ മറ്റേ സ്വത്ത് എനിക്ക് കിട്ടും. അതാണ് നമ്മൾ അർഹതമായിട്ടുള്ള പണം മാത്രം. നമുക്ക് ചെറുതായിട്ട് ജീവിക്കാനുള്ള പണമല്ലാതെ മഴ പെയ്താലും പിന്നെ ഇടിമിന്നലേറ്റാലും കിടക്കാൻ പറ്റുന്ന ഒരു ചെറിയ വീടും ശാന്തമായി ഉറങ്ങാൻ പറ്റുന്ന ചിന്തകളും അങ്ങനെയുള്ള സങ്കല്പങ്ങളൊക്കെ ആയിട്ട് മനസമാധാനമായിട്ട് ജീവിച്ച് മരിക്കാനല്ലാതെ ആഡംബരമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുരിതപൂർണമായിട്ടുള്ള ഒരു അവസ്ഥകൾ നമുക്ക് ഒരുപാട് മുമ്പിൽ കാണും എന്നുള്ളത് കൊണ്ട് അത്തരം അവസ്ഥകളിലേക്ക് പോകാതെ, ഈശ്വര എനിക്ക് രോഗദുരിതങ്ങൾ വരുന്ന ചിന്തകളില്ലാതെ, രോഗാവസ്ഥകൾ തരുന്ന അവസ്ഥകളിലേക്ക് പോകുന്ന ദുർചിന്തകളില്ലാതെ, പൂർവ്വജന്മത്തിൽ നിന്ന് വല്ല പാപങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങൾ തീർക്കുന്നുള്ള ദാനകർമ്മങ്ങൾ, അന്നദാനം. ഒരു മോൻചേട്ടനുണ്ട് ദുബായിൽ, ഭയങ്കര അന്നദാനമാണ്, വളരെ ആൾക്കാർക്ക് അദ്ദേഹം ചെയ്യുന്ന എനിക്ക് വലിയ അത്ഭുതമാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനം, ആയുർവേദ ഒരു സ്ഥാപനം, മകൻ്റെ ഞാൻ തിരുവനന്തപുരത്ത് വെണ്ണാമ്പൂല ഞാൻ വിളക്ക് എത്തിക്കാൻ പോയിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റ് പോയതാണ്. രാവിലെ അവിടെ നടപ്പൊന്നും നടന്നില്ല. അവിടെ പോയി ഞാൻ അദ്ദേഹത്തിന് വിളക്ക്, എനിക്ക് ഭയങ്കര തൃപ്തിയാണ്. ഒന്നും ധനമോഹങ്ങളില്ല. എന്നോട് പറയും, സ്വാമി കിട്ടുന്ന പണത്തിൻ്റെ ചെറിയ വിഹിതം നമുക്ക് കൊടുക്കാം എന്ന്. നമുക്കങ്ങനെ ഒരു ഭീകരമായ ധനാവസ്ഥകളൊന്നും നല്ല പണമാണോ എന്ന് ചോദിക്കും. ഈ 1 രൂപ നാണയം മേടിക്കുമ്പോൾ തന്നെ നല്ല പണമാണോ, ഒരു കർമ്മം ചെയ്തു കൊടുത്താൽ തന്നെ നല്ല പണമാണോ, അതങ്ങനെ മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. നല്ല പണം എന്ന് പറഞ്ഞാൽ നന്മയുള്ള പണം. ഉഗ്രമൂർത്തികളെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ വളരെ ചിന്തിച്ചിട്ട് വേണം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നാളെ കാണുമോ എന്ന് ചോദിച്ചാൽ ഉത്തരം നമുക്കൊന്നുമില്ല. നമ്മളിപ്പോൾ ഞാൻ പറയാറുണ്ട് എന്നെ വിളിക്കുന്നതോട് ഇപ്പം, കാരണം ഒരു 100-150 കോൾ ഒരു ദിവസം വരും, 2 ഫോണിലും ലാൻഡ് ഫോണിലുമായിട്ട്. ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്. സമയം അടുത്ത മാസം 5-ാം തീയതി കാണാൻ പറ്റുമോ, ഒരു ഉറപ്പുമില്ല. ഇത് പറയുന്നത് ടീച്ചർ പറയും, പക്ഷെ ഞാൻ പറയുകയാണ്, ഒരു ഉറപ്പുമില്ല.
ഞാൻ ഈ അടുത്ത കാലത്ത് സഹായിച്ച ഒരു സ്ത്രീ, ഒരു ദിവസം അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒരാൾ ഞാൻ സഹായിക്കാനുള്ള ഒരു നിമിത്തമുണ്ടായി. അവരേറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഞാനത് ഈശ്വര, അവരുടെ അസ്ത്രങ്ങളെല്ലാം മുല്ലപ്പൂവായി അവരിൽ തന്നെ സമർപ്പിക്കട്ടെ, അവരുടെ ശിരസിലേക്ക് തന്നെ അത് മുല്ലപ്പൂക്കളായി വീഴട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. നമുക്ക് 1000 കുടങ്ങളുടെ വായ് മൂടിക്കെട്ടാമെന്നും ഒരു മനുഷ്യൻ്റെ വായ് മൂടിക്കെട്ടാമെന്നും പറ്റില്ല എന്ന് പറയുന്ന പൂർവികർ പറഞ്ഞതൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഉണ്ടാകുന്ന, മറ്റുള്ളവൻ്റെ വളർച്ചയിൽ അസൂയ ഉണ്ടാക്കാത്ത, മറ്റുള്ളവൻ്റെ വളർച്ച കണ്ട് നമുക്ക് ആനന്ദമുണ്ടാകട്ടെ, നമുക്കും അതിലൊരു അംശം ഈശ്വരൻ തരട്ടെ എന്ന് ചിന്തിക്കുന്ന ജീവിതങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.